ഒരു ജോൺഷോ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടാണ് തരംതിരിക്കുന്നത്. 2 തരത്തിലുള്ള ഷെയർ ഉണ്ട്: ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ. ഷെയറുകൾ വിൽക്കുന്നത് 3 രീതിയിലാണ്. 10 രൂപ ഷെയർ ആണെങ്കിൽ 10 രൂപയ്ക്ക് തന്നെ വിറ്റാൽ അതിനെ അറ്റ് പാർ എന്ന് പറയും. 10 രൂപ ഷെയറിനെ 12 രൂപയ്ക്കോ 15 രൂപയ്ക്ക് വിറ്റാൽ അറ്റ് പ്രീമിയം എന്ന് പറയും. 10 രൂപ ഷെയറിനെ 9 രൂപയ്ക്ക് വിറ്റാൽ അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയും. മാക്സിമം ഡിസ്കൗണ്ട് 10% കൂടുതൽ കൊടുക്കുവാൻ പാടില്ല. പ്രീമിയം എത്ര രൂപ വേണമെങ്കിലും ആക്കാം. പൊതുവെ 2 തരത്തിലുള്ള ഷെയർ ആണുള്ളത്: ഇക്വിറ്റി, പ്രിഫറൻസ്. എന്താണ് പ്രിഫറൻസ് ഷെയർസ്? അവർക്ക് 2 പ്രിഫറൻസ് ഉണ്ട്. ഒന്ന് ഫിക്സഡ് ഡിവിഡൻഡ് കൊടുക്കും, 2 ക്യാപിറ്റൽ റീപേയ്മെന്റ് കൊടുക്കുമ്പോൾ ആദ്യം പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കും എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ക്യാപിറ്റലിനെ മൊത്തം തിരിച്ചിട്ടുള്ളത്: ഒന്ന് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനിയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിൽ എത്ര എമൗണ്ട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നു അതിന് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. ആ ഇഷ്യൂ ചെയ്ത ക്യാപിറ്റൽ എത്ര ഷെയർസ് ആണ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തത് അതിനെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. ഷെയറിൻ്റെ കോൾ മണി, ഷെയറിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ കമ്പനി കളക്ട് ചെയ്യുക. അങ്ങനെ എത്ര ഇൻസ്റ്റാൾമെൻറ്റ് കളക്ട് ചെയ്തോ അതിനെ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയും. എത്ര ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്തോ അതിനെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയും. വിളിക്കാത്ത ക്യാപിറ്റലിനെ റിസർവ് ക്യാപിറ്റൽ എന്ന് പറയും. കോൾ മണി സാധാരണ 4-5 ഇൻസ്റ്റാൾമെൻറ്റ് വരും. ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, അങ്ങനെയാണ് വരുന്നത്. കോൾ മണി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഷെയർ ഫോർഫീറ്റ് ചെയ്യാം. ഫോർഫീറ്റ് മീൻസ് ക്യാൻസലേഷൻ. ഫോർഫീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യും? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ദാറ്റ്? കോൾഡ് അപ്പ് വാല്യൂ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഫോർഫീറ്റഡ്. അതിനെ ഡെബിറ്റ് ചെയ്യുക. കിട്ടിയ പൈസ നമ്മൾ എവിടെ വയ്ക്കണം? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ വയ്ക്കണം. കിട്ടാത്ത പൈസ കോൾസ് ഇൻ അരിയേഴ്സിൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ കോൾ മണി വിളിച്ചു തന്നില്ലെങ്കിൽ അതിനെ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയും. കോൾ മണി വിളിക്കാതെ തന്നെ അടുത്ത കോൾ മണി നേരത്തെ തന്നാൽ അതിനെ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയും. അങ്ങനെ വാങ്ങിക്കുവാനുള്ള അധികാരം കമ്പനിക്ക് ഉണ്ട്. അപ്പോൾ ഫോർഫീച്ചർ നടത്തുമ്പോൾ ജനറലി മനസ്സിലാക്കിക്കൊള്ളണം: ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ആൻഡ് കോൾസ് ഇൻ അരിയേഴ്സ്. ഫോർഫീറ്റ് അക്കൗണ്ടിൽ വരുന്നത് എന്താണ്? കിട്ടിയ പൈസ മാത്രം. അതിൽ നിന്നും റീഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നാം എത്ര തുക മാറ്റിയോ ആ മാറ്റിക്കഴിഞ്ഞതിന് ശേഷമുള്ള തുകയെ മാറ്റുന്ന പേരാണ് ക്യാപിറ്റൽ റിസർവ്. ഫോർഫീറ്റ് ചെയ്ത ഷെയറിൻ്റെ ലാഭം മാത്രമേ നമ്മൾ മാറ്റുവാൻ പാടുള്ളൂ. ഫോർഫീറ്റ് ചെയ്ത എല്ലാ ഷെയറും റീഇഷ്യൂ ചെയ്യണം എന്നില്ല. പ്രോബ്ലംസ് നോക്കിക്കൊള്ളുക. ഇവിടെ നിന്നും ഒരു 10 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി കമ്പനി ബാലൻസ് ഷീറ്റിൻ്റെ കാര്യങ്ങളാണ്. അത് അടുത്ത ക്ലാസ്സിലും ഞാൻ പറയാം.